ഞാനൊരു സിനിമ കണ്ടു. കന്നഡ സിനിമയാണ്. അത് ഷേണാച്ചിൽ പ്രിവ്യൂ ഉണ്ടായിരുന്നു. രാജ്ബി ഷെട്ടി വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ നിർമ്മാണത്തിലൊരു സിനിമയാണെന്ന് കരുതി സാധാ ഒരു കർണാടക പടം പോലെയാണ് ഞാൻ പോയി കണ്ടത്. സിനിമയുടെ പേര് സൂ ഫ്രം സോ. ഇതൊരു കന്നഡ പടം എന്നതിലുപരി നമുക്ക് ഈ സിനിമ കണ്ടിറങ്ങി കഴിയുമ്പോൾ കൈയടിച്ച് നമ്മുടെ സത്യനന്ദിക്കാടിന്റെ ഒരു മൂവി പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും അത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഭയങ്കര അടിപൊളി പെർഫോമൻസ് ആണ് എല്ലാവരുടെയും. എല്ലാവരും പുതുമുഖങ്ങളാണ്. ആകെ എനിക്ക് അതിൽ അറിയാൻ പറ്റിയ രാജ്ബി ഷെട്ടിയെ മാത്രമാണ്. പക്ഷെ അതിലെ കഥകൾ ഈ അതിൽ പറഞ്ഞ കഥ, അതിൽ പറയുന്ന കൺസെപ്റ്റ് ആണ് ഏറ്റവും അടിപൊളി. ഈ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഈ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരാണ്, അവൻ ഒരു അമ്മയാൽ മാത്രമാണ് സമൂഹത്തിലെ സ്ത്രീകളുടെ അനുഭവിക്കുന്ന വിഷമങ്ങൾ മനസ്സിലാക്കാൻ കഴിയൂ എന്നുള്ള കൺസെപ്റ്റ് എന്നുള്ള രീതിയിലാണ് ആ സിനിമ. അതുപോലെ തന്നെ ഭയങ്കര രസമാണ്, കോമഡി ഉണ്ട്. അതുപോലെ അതിനോട് അഭിനയിച്ചിരിക്കുന്ന ആളുകൾ, എനിക്ക് തോന്നുന്നു രാജ്ബി ഷെട്ടിനേക്കാളും മറ്റുള്ള നായകന്മാരെക്കാളും എല്ലാം അടിപൊളിയായിട്ട് അഭിനയിച്ചത് അതിലെ കോ ആക്ടേഴ്സ് ആണ്. എല്ലാവരും ഭയങ്കര രസമായിട്ടാണ് ചെയ്തേക്കുന്നത്. നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ പഴയ ചിത്രങ്ങളായ പെരുവണ്ണാമത്തെ വിശേഷങ്ങൾ, കൗതുക വാർത്തകൾ, പൊന്മുട്ടയുടെ താറാവ്, ഈ വക സിനിമകളുടെ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള, അതേപോലെ അത്രയും കടപിടിക്കില്ലെങ്കിൽ പോലും അതേപോലത്തെ ഒരു സിനിമയാണ്. എന്തായാലും തിയേറ്ററിൽ അടിപൊളിയായിട്ട്